എത്ര പേർ സന്തോഷമായിരിക്കുന്നു? മലയാളം മനസ്സിലാവുമല്ലേ? യെസ്, பிகாஸ் ஐ டோன்ட் நோ டு ஸ்பீக் இன் தமிழ். தமிழ் பேச முடியாது, அதில் ஆனால் புரியும், தமிழ் புரியும், നല്ലോണം പുരിയും, അത് പേശ മുടിയാതെ. സോ ഇന്ന് മലയാളം സംസാരിക്കും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം നല്ലോണം അറിയാം. ആമേൻ, ആമേൻ. മലയാളമോ തമിഴോ കന്നഡയോ തെലുഗു അല്ല വിഷയം. ആമേൻ. ദൈവം സംസാരിക്കുമെങ്കിൽ ദൈവത്തിനൊരു ഭാഷയില്ല. ആമേൻ. ദൈവത്തിനൊരു ലാംഗ്വേജ് ഇല്ല. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പ്രെയർ തീരുന്ന മുമ്പേ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒന്നാമതായി ഐ താങ്ക് പാസ്റ്റർ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ ഞാൻ വന്ദനായിരിക്കുന്നു. ഇത്ര നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നതിനായി പാസ്റ്റർ ഞാൻ വന്ദനായിരിക്കുന്നു. ആമേൻ. ഐ താങ്ക് യു ഓൾ. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വന്ദനായിരിക്കുന്നു. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം ഇന്ന് ഞങ്ങളുടെ ഇടയ്ക്കുണ്ട്? ആമേൻ. ഗോഡ് ഈസ് ഹിയർ. ആമേൻ. വാക്യത്തിൽ പറയുന്നു, എവിടെയോ 2-3 പേര് ചേർന്ന് വരും, അവിടെ ദൈവം ഇറങ്ങി വരും. നമ്മെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഹാളിൻ്റെ അകത്ത് 4ാമത്തെ വ്യക്തി കാല് വെച്ചപ്പം എൻ്റെ ദൈവം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. എല്ലാവരും ഒരു വർഷം കണ്ണുകളെ അടയ്ക്കാം. ബിഫോർ ഐ സ്റ്റാർട്ട്, ആമേൻ, തുടങ്ങുന്ന മുമ്പ് എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ലെറ്റ്സ് ഓൾ ക്ലോസ് അവർ ഐസ്. ആമേൻ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവം സംസാരിക്കാൻ വിശ്വസ്തനാണ്. ആമേൻ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ഒരു 2 നിമിഷക്കാലം ആമേൻ അന്യഭാഷകളിൽ, ആമേൻ, അന്യഭാഷകളിൽ, അറിയാവുന്ന ഭാഷകളിൽ, അന്യഭാഷകളിൽ ഒന്ന് സംസാരിച്ച് തുടങ്ങാവോ? ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ചില ദൂതന്മാർ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. അന്യഭാഷകളിൽ ശബ്ദങ്ങൾ ഉയർത്തി, ആമേൻ, ശബ്ദങ്ങൾ ഉയർത്തി. ഞാൻ വിശ്വസിക്കുന്നു വന്ന പോലെ അല്ല പോകുന്നത്. ആമേൻ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പോലെ, ആമേൻ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന പോലെ, ആമേൻ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന പോലെ, ആമേൻ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന പോലെ, ആമേൻ, അന്യഭാഷകളിൽ, ആമേൻ. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാം? ആമേൻ. ദൈവം എന്നോട് ഇടപെടുന്ന സമയം അടുത്തായി. യെസ്, 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 യെസ്. ദൈവം എന്നോട് ഇടപെടുന്ന സമയം അടുത്തായി. യെസ്, ദൈവം എന്നോട് ഇടപെടുന്ന സമയം അടുത്തായി. ദൈവം എന്നോട് ഇടപെടുന്ന സമയം അടുത്തായി. ഈ 2024 ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വാഗ്ദാനങ്ങൾ, യെസ്, ശാന്തല ധീര ധീരോ രോലോ ഷീദോ ധീര ധീരോ രോ ഷീദ ധീര ധീരോ രോരോ ഷീദ ധീര. യെസ് ജീസസ്. യെസ്. അമേൻ, 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 അമേൻ. ആർക്കെങ്കിലും ഒരു വാക്യം വായിക്കാവോ? അമേൻ. Can somebody read a verse? എസെക്കിയേൽ chapter 37. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37ാമത്തെ അധ്യായം. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം തന്ന ഒരു വാക്യം വായിച്ച് ഞാൻ മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37ാമത്തെ അധ്യായം 1ാമത്തെ വാക്യം തൊട്ട്. ഹാ ഹാ हाँ 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 അമേൻ, 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 അമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് കാണിച്ചൊരു വാക്യമാണ്. അമേൻ. ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ ജീവൻ വരുന്ന ഒരു പകലായി മാർപ്പെടട്ടെ. അമേൻ. എത്ര പേർക്ക് വിശ്വസിക്കുന്നു? അമേൻ. ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ, അമേൻ, ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഉണങ്ങിപ്പോയ ചിലതൊക്കെ ഇനി ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഡേ, അമേൻ, ഉണങ്ങിക്കിടക്കുന്നത് ജീവൻ വരുന്ന ഒരു പകലായി മാർപ്പെടട്ടെ. ഗോഡ് ഈസ് റെഡി ടു ടോക്ക് ടു യു. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാം? അമേൻ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ദൈവം കാണിച്ച ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ, അമേൻ, ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ. അമേൻ. എപ്പം എസെക്കിയേൽ പ്രവാചകൻ വന്നപ്പം അമേൻ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു, ഒന്നിനും ജീവൻ ഇല്ലായിരുന്നു. പക്ഷെ എസെക്കിയേൽ വന്നത് ഉണങ്ങിക്കിടക്കുന്ന അങ്ങനെ വിട്ടിട്ട് പോകാനല്ല. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ദൈവം ഇന്നിവിടെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്
ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ ജീവൻ കൊണ്ടുവരാനാണ്. ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ ഇന്ന് സ്വീകരിക്കാവോ? ആമേൻ. I proclaim ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ, ആമേൻ, ഉണങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ യേശുവിന്റെ നാമത്തിൽ ജീവനെ പ്രഖ്യാപിക്കുന്നു, ജീവനെ പ്രഖ്യാപിക്കുന്നു, ജീവനെ പ്രഖ്യാപിക്കുന്നു. ഉണങ്ങിക്കിടക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലിൽ ആമേൻ, ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു ഈ 2024 ആമേൻ ഈ ചർച്ചിൽ ചിലതൊക്കെ ജീവൻ വരുന്ന ഒരു ചർച്ചയായി മാർപ്പെടട്ടെ. ആമേൻ, ജീവൻ വരുന്ന ഒരു ചർച്ചയായി മാർപ്പെടട്ടെ. ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഇന്ന് എത്ര പേര് വിശ്വസിക്കുവാണ് എൻ്റെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണ്? ആമേൻ. He is a Lord who speaks. ആമേൻ, അവൻ സംസാരിക്കും. Age does not matter. ആമേൻ. Your color does not matter. Your time does not matter. എവിടെയാ നിൽക്കുന്നത് അതല്ല. ആമേൻ. ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വന്ന പോലെ അല്ല പോകുന്നത്. ഒരു വാക്ക്, ദൈവത്തിൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ സംസാരിക്കാൻ വിശ്വസ്തനാണ്. ആമേൻ. അവൻ സംസാരിക്കാൻ വിശ്വസ്തനാണ്. അവൻ ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവം എനിക്ക് തന്നൊരു വാക്യത്തിനെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ആർക്കെങ്കിലും വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം. ആക്ട്സ് ചാപ്റ്റർ 9. ആക്ട്സ് ചാപ്റ്റർ 9 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് തമിഴിൽ ആർക്കെങ്കിലും വായിക്കാമോ? ആക്ട്സ് ചാപ്റ്റർ 9. അമേൻ, അമേൻ, മതി. അമേൻ. അവിടെ ഞങ്ങൾ നോക്കിയ ഷൗലിനെ കുറിച്ചാണ് നോക്കുന്നത്. അമേൻ. ഷൗൽ. അമേൻ. ഇന്ന് സൈഡിലുള്ളവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ് വി ആർ ഗോയിങ് ടു ഡമാസ്കസ്. അമേൻ. എവിടെ? ഞങ്ങൾ ദമാസ്കസിലേക്ക് പോകും. അമേൻ. സൈഡിലുള്ളവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ദമാസ്കസിലേക്ക് പോവുക. അമേൻ. എൻ്റെ കൂടെ ഇരുന്ന അമേൻ, ഞങ്ങൾ ഇന്ന് ദമാസ്കസിലേക്ക് പോവുക. അമേൻ. എൻ്റെ കൂടെ ഇരുന്ന ഞാൻ നിങ്ങളെ ദമാസ്കസിലേക്ക് കൊണ്ടുപോകും. അമേൻ. ഷൗലിൻ്റെ ജീവിതം നോക്കിയ അമേൻ, അവൻ ദമാസ്കസിലേക്ക് പോവുക. എന്തിനാ ദമാസ്കസിലേക്ക് പോകുന്നത്? അമേൻ, ദൈവത്തിനെ ആരാധിക്കാനല്ല, ദൈവത്തിനെ ആരാധിക്കുന്ന ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി. അമേൻ. അമേൻ, ഉപദ്രവിക്കാൻ വേണ്ടി ദമാസ്കസിലേക്ക് പോവുക. പക്ഷേ ആ 8-ാമത്തെ വാക്യം, ആർക്കെങ്കിലും 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? യെസ്. യെസ്. അമേൻ, അമേൻ, അമേൻ. 8-ാമത്തെ വാക്യം പാസ്റ്റർ വായിക്കാൻ തുടങ്ങിയപ്പം വാക്യം എങ്ങനെയാണ് പറയുന്നത്? ഷൗൽ നിലത്തിനെനേറ്റു അന്ധനായിപ്പോയി. അമേൻ. ഷൗൽ നിലത്തിനെനേറ്റു അന്ധനായിപ്പോയി. ഹി ഈസ് ബ്ലൈൻഡ്. അമേൻ. 8-ാമത്തെ വാക്യം പറയുന്നത് ഷൗൽ അന്ധനായി. പക്ഷെ പാസ്റ്റർ 12-ാമത്തെ വാക്യം നിർത്തിയത് ആ വാക്യത്തിൽ പറയുന്നുണ്ട്, അനനിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഷൗലിൻ്റെ തലയുടെ മേളിൽ കൈവയ്ക്കുമെന്ന് അവന് ദർശനം കാണുന്നുണ്ട്. അവൻ ദർശനം കാണുന്നുണ്ട്. അവൻ 8-ാമത്തെ വാക്യത്തിൽ അവൻ അന്ധനാന്ന് പറയുന്നു. അതേ ബൈബിളിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ കാണുന്നുണ്ട്. അവൻ ഞാൻ ചോദിച്ചു, ദൈവം എന്നാ പറയുന്നത്? നീ 8-ാമത്തെ വാക്യത്തിൽ നീ പറയുക ഷൗൽ അന്ധനാണ്, 12-ാമത്തെ വാക്യത്തിൽ നീ പറയുക കാണുന്നുണ്ട്. എങ്ങനെയാ ഒരു അന്ധനായ മനുഷ്യൻ എങ്ങനെയാ കാണുന്നത്? അവൻ ഞാൻ വിശ്വസിക്കുന്നു ഈ 2024 അവൻ ഈ കണ്ണുകളല്ല ഷൗലെ, ഈ കണ്ണുകളെ നീ അന്ധനായിരിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാം? അവൻ ചർച്ചിന്റെ ആത്മീയ കണ്ണുകൾ, ഇനിയൊരു കണ്ണുകൾ ദൈവം തുറക്കാൻ പോവാണ്. അവൻ ഇനിയൊരു കണ്ണുകൾ, ഇനിയൊരു കണ്ണ്, ന്യൂ ഐസൈറ്റ്, ഇനിയൊരു ദൃഷ്ടി. ഷൗലെ, നീ അന്ധനായിരിക്കും, പക്ഷെ ദൈവം കാണിക്കുന്നത് കാണാൻ ഈ കണ്ണുകൾ വേണ്ട, ഒരു പുതിയൊരു ദൃഷ്ടി ദൈവം തുറക്കാൻ പോവാണ്. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവൻ ഇതുവരെ കാണാത്തത് കാണാൻ പോവാണ്, ഇതുവരെ
കേൾക്കാത്തത്, ഇതുവരെ അനുഭവിക്കാത്തത് ഇന്ന് വിശ്വസിക്കുവാണെങ്കിൽ ദൈവം ചിലവരുടെ കാഴ്ചകളെ തുറക്കുവാണ്. ആമേൻ. ദൈവം ചിലവരുടെ കാഴ്ചകളെ തുറക്കുവാണ്. ആമേൻ. ഇതുവരെ കാണാത്തതിനെ കാണുന്ന പോലെ. ബേഥേൽ അല്ല, ബേഥേലിന്റെ സമയം തീരുന്നു പാസ്റ്റർ. ഇത് എൽ ബേഥേലിന്റെ സീസണാണ്. ആമേൻ. എങ്ങനെ ബെതെസ്ത കുളം എന്ന് പറയൂ, ബെതെസ്ത കുളം. ആമേൻ. അതിൻ്റെ അകത്ത് വന്നവരെല്ലാം വിടുതൽ പ്രാപിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ചർച്ചിൻ്റെ അകത്തുള്ളവരെല്ലാം 2024 ഓരോരോ മാസവും ഓരോരോ ടെസ്റ്റിമണി പറയുന്ന പോലെ, ആമേൻ, ഓരോരോ മാസവും പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്ന പോലെ, ആമേൻ, വിശ്വസിക്കാവോ? ബെഥേൽ തീരുന്നു, എൽ ബെഥേലിന്റെ സമയം തുടങ്ങിയിരിക്കുകയാണ്. സമയം തുടങ്ങി. ആമേൻ. ആ വാക്യത്തിൽ ഞങ്ങൾ നോക്കിയ ആമേൻ 9-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 9, അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം. ആമേൻ. 8-ാമത്തെ വാക്യം പറയുന്നുണ്ട് ശൗല് അന്ധനായി. പക്ഷേ 12-ാമത്തെ വാക്യം പറയുന്നുണ്ട് ശൗല് ദർശനം കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇന്ന് ദർശനം കാണുന്ന ചിലവരുണ്ടോ? ആമേൻ. വാഗ്ദാനത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലവരുണ്ടോ? ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. ആമേൻ. എങ്ങനെ ശൗല് ദർശനം കണ്ട് ശൗലിന് വേണ്ടി ഒരു അനനിയാസിനെ ദൈവം അയച്ചോ, ഇന്നൊരു അനനിയാസായിട്ട് ദൈവം ഇന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ദർശനം കാണുന്ന ചിലവർ, വാഗ്ദാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി, ആമേൻ, ചിലവർക്ക് വേണ്ടി ആമേൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ആമേൻ. ആമേൻ. പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് ആരൻ വിനോദാണ്. മൈ നെയിം ഇസ് ആരൻ വിനോദ്. എൻ്റെ ഡാഡിയുടെ പേര് പാസ്റ്റർ വിനോദ് ചാക്കോ. ആമേൻ. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ആമേൻ കണ്ടാൽ മനസ്സിലാവും. ആമേൻ. ഐ എം ജസ്റ്റ് 18. ആമേൻ. 18 ആയിട്ടേ ഉള്ളൂ. ആമേൻ. ലാസ്റ്റ് ഒക്ടോബറിലാണ് 18 ആയത്. ആമേൻ. അറിയണ്ടേ എങ്ങനെയാണ് ഞാൻ ഈ ആമേൻ എത്രയോ പേര് പഠിക്കുമ്പം, എത്രയോ പേര് ദേശങ്ങളിൽ പോയി പഠിക്കുമ്പം, ആമേൻ, എങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ആമേൻ. കുറേ പിള്ളേരെ ഞാൻ കാണുന്നുണ്ട്. ഐ എം സീയിങ് മെനി ചിൽഡ്രൻസ്. ആമേൻ. ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറഞ്ഞ് മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്നെക്കുറിച്ച് പറയുന്ന മുമ്പ് എൻ്റെ പിതാവിനെ കുറിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നെ പറഞ്ഞ ആമേൻ പിതാവിനെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രത്തോളം നിൽക്കുന്നത്. ആമേൻ. ദൈവം കുറേ വിഷയം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പിതാവ് അത്ര വിശ്വസ്തനായില്ലായിരുന്നെങ്കിൽ ഐ കുഡ് നോട്ട് സ്റ്റാൻഡ് ഹിയർ. ആമേൻ. എൻ്റെ ഡാഡിയുടെ പേര് വിനോദ് ചാക്കോ. ഞങ്ങളെല്ലാം കേരള കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ ഡാഡി ജനിച്ചു വളർന്നത്. പക്ഷേ എൻ്റെ ഡാഡി ജനിച്ചു വളർന്നതെല്ലാം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലായിരുന്നു. ആമേൻ. 2003 ആയപ്പം യേശുവിനെ സ്വീകരിച്ചു. ആമേൻ. യേശുവിനെ സ്വീകരിച്ചപ്പം വീട്ടിന് പുറത്താക്കി. ആമേൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചിലപ്പം ആമേൻ യേശുവിനെ സ്വീകരിക്കും, വീടിൻ്റെ വാതിലുകൾ ആമേൻ വീട്ടിന് പുറത്താക്കും. ചിലപ്പം ആമേൻ ഡാഡിക്ക് വേണ്ടി വീടിൻ്റെ വാതിലുകൾ അടച്ചു. പക്ഷെ ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു. ആമേൻ. 2003 വീട്ടിന് പുറത്താക്കി ദുബായിലേക്ക് പോയി. ആമേൻ. ദുബായിലേക്ക് പോയി 2 വർഷം നല്ല ജോലി. ആമേൻ. ഒരു കുറവുമില്ല. നല്ല ജോലി, നല്ല വണ്ടി, നല്ല വാഹനം എല്ലാം. ആമേൻ. പക്ഷെ 2005 ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സ്വരം കേട്ടു, ഒരു ശബ്ദം, വിനോദേ ജോലി റിസൈൻ ആക്കണം, ഗോ ടു മൈസൂറിലേക്ക് പോ. ആമേൻ. ജോലി റിസൈൻ ആക്ക, മൈസൂറിലേക്ക് പോ. ആമേൻ. പപ്പായ്ക്ക് മൈസൂർ എവിടെയാണ് കണ്ടിട്ടുണ്ട് ഒരു വശം സ്കൂൾ ട്രിപ്പിൽ. ആമേൻ. കേരളയിൽ മൈസൂരിലേക്ക് സ്കൂൾ ട്രിപ്പിൽ പോയിട്ടുണ്ട്. ആമേൻ. മൈസൂരിൽ സംസാരിക്കുന്നത് തമിഴോ മലയാളം ഇംഗ്ലീഷ് അല്ല, കന്നഡ, ന്യൂ ലാംഗ്വേജ് കന്നഡ. പപ്പായ്ക്ക് കന്നഡ സംസാരിക്കാൻ അറിയത്തില്ല. മൈസൂർ എവിടെയാണ് ഒന്നും അറിയത്തില്ല. പക്ഷെ അടുത്ത ദിവസം പപ്പ ജോലി റിസൈൻ ആക്കി. അവൻ ബോസ് വന്ന് പറഞ്ഞു, വിനോദേ ചെയ്യുന്നത് മണ്ടത്തരം മാത്രമാണ്. അവൻ ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ എടുക്കത്തില്ല, നീ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, ജോലി തപ്പിക്കൊണ്ട് തിരിച്ചു വരും. പപ്പ പറഞ്ഞൊരു വിഷയമാണ്, എൻ്റെ ദൈവം പറഞ്ഞതാണ്. അവൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞതാണ്. അതിനാർക്കും മാറ്റാൻ പറ്റത്തില്ല, ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അവൻ 2005 എനിക്ക് ഇനി ഓർമ്മയുണ്ട്, എൻ്റെ ഡാഡി എപ്പോഴും പറയും, മോനെ ഇപ്പം നീ കാണുന്നതൊക്കെ ഇങ്ങനെയല്ല തുടങ്ങിയത്. അവൻ ഇതിൻ്റെ തുടക്കമൊക്കെ ഒന്നുമില്ലാതെയായിരുന്നു. എങ്ങനെ ബൈബിളിൽ ശൗല് 2 കൈതകളെ തേടിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക് പോയോ. പപ്പ എപ്പോഴും പറയും 2005 2 സൂട്ട് കേസ് പിടിച്ചുകൊണ്ടാണ് മൈസൂരിലേക്ക് വന്നത്. എത്ര 2 സൂട്ട് കേസ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവത്തിന് അനുഗ്രഹിക്കണമെങ്കിൽ വലിയ വണ്ടി വേണ്ട, വലിയ ചർച്ച് വേണ്ട, 1000 പേരുടെ ചർച്ച് വേണ്ട, ഏക്കർ കണക്ക് വീട് വേണ്ട, കാശ് വേണ്ട, 2 സൂട്ട് കേസ് മതി. ദൈവത്തിൻ്റെ വേല, ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിൽ 2 സൂട്ട് കേസ് മതി ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ. 2005 മൈസൂരിലേക്ക് പോയപ്പോൾ കുറേ പേര് പറഞ്ഞു, വിനോദേ പോണ്ട, തകർന്നു പോവും, നശിച്ചു പോവും, അന്ധനായി പോവും, ഒന്നും നടക്കത്തില്ല. പക്ഷെ എൻ്റെ ഡാഡി കണ്ടത് ഈ കണ്ണുകളുണ്ടല്ല ദൈവം കാണിച്ചത്. 2005 ഒന്നുമില്ലാതെ മൈസൂരിലേക്ക് വന്നു. പക്ഷെ ഇന്ന് 2024
കൂടുതൽ പറയാനൊന്നുമില്ല. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ 50 പേര്, ആമേൻ, ഇത്ര പേര് ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തുണ്ട്. ആമേൻ. ഞങ്ങളൊരു അനാഥാലയം നടത്തുന്നുണ്ട്. വി ഹാവ് എൻ ഓർഫനേജ്. 25 അനാഥ പിള്ളേർ. ആമേൻ. 20 ബൈബിൾ കോളേജ്, ഒരു ബൈബിൾ കോളേജ് ഉണ്ട് സ്വന്തമായി, ഒരു അനാഥാലയമുണ്ട്, 20 ബൈബിൾ കോളേജ് സ്റ്റുഡൻസ്. അപ്പം എല്ലാം ചേർത്ത് 50 പേര് ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്തുണ്ട്. ആമേൻ. ഒരു ചെറിയൊരു ചർച്ചുണ്ട്, ഒരു 200 മെമ്പേഴ്സ് ചേർന്ന് വരെ ചെറിയ ചർച്ച്. 2 ബ്രാഞ്ച് ചർച്ചുണ്ട്. പപ്പയുടെ അണ്ടറിൽ 30 പാസ്റ്റർമാരുണ്ട്. ആമേൻ. സ്വന്തമായിട്ട് 2 സ്കൂളുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആമേൻ. പറഞ്ഞ ഇനിയും കുറേ ഉണ്ട്. ആമേൻ. പക്ഷേ ആമേൻ, ഇതൊന്നും ഞങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ആമേൻ. ഇതെല്ലാം തുടങ്ങിയത് 2 സൂട്ട് കേസ് വെച്ചാണ്. ആമേൻ. തുടങ്ങിയത് 2 സൂട്ട് കേസ് വെച്ചാണ്. ആമേൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 2024 തുടങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ യുവർ എൻഡ് ഇസ് ഗോയിങ് ടു ബി എ ബ്ലെസ്സിങ്. ആമേൻ. 2024 തീരുന്നത് ഒരു അനുഗ്രഹത്തോടെ ആയിരിക്കും. തുടക്കം എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല, ബട്ട് എൻഡ് ഇസ് ഗോയിങ് ടു ബി ബിഗ്. ആമേൻ. എൻഡ് ഇസ് ഗോയിങ് ടു ബി ബിഗ്. ആമേൻ. 2024 ദൈവം അനുഗ്രഹം, ആമേൻ, ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അവൻ കുറേ അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ട്. അവൻ പക്ഷേ എൻ്റെ ജീവിതം, ആമേൻ, 2018 8ാം ക്ലാസ് പഠിക്കുമ്പോൾ, ആരെങ്കിലും 8ാം ക്ലാസ് പഠിക്കുന്നവരുണ്ടോ? ആമേൻ. ആർ യു സ്റ്റഡിങ് 8th സ്റ്റാൻഡേർഡ്? ആമേൻ. യെസ്, ഇറ്റ്സ് ഫോർ യു. ആമേൻ. നിങ്ങൾക്ക് വേണ്ടിയാണ്. ആമേൻ. ഞാൻ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം, ആമേൻ, ഡാഡി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, വിനോദേ, മോനെ സ്കൂളിൽ വിടണ്ട. വിനോദേ, മോനെ സ്കൂളിൽ വിടണ്ട, സ്കൂളിൽ നിർത്ത്, സ്റ്റോപ്പ് ഹിസ് എഡ്യൂക്കേഷൻ. ആമേൻ. നല്ല ശബ്ദമാണോ? ആമേൻ. ഇപ്പം തന്നെ ഞാൻ കാണുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത്ര നേരം ചിരിച്ചവരെല്ലാം എന്നെ ഇപ്പം വേറെ രീതിയിലാണ് നോക്കുന്നത്. ആമേൻ. വിനോദേ, സ്കൂളിൽ വിടണ്ട, മോനെ സ്കൂളിൽ വിടണ്ട. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡാഡി, ദൈവം എന്നാ പറയും അത് കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുക, അന്തം തന്നെ പറയാം. ആമേൻ. ഡാഡി അവിടെ മെസ്സേജ് നിർത്തി പറഞ്ഞു, ഇനി ആരും സ്കൂളിൽ പോത്തില്ല. ആമേൻ. മമ്മി അവിടെ നോക്കുക, എന്നായി മനുഷ്യൻ. ആമേൻ. തുടങ്ങിയപ്പം ദൈവം ചെയ്യൂ എന്ന് പറഞ്ഞു, പക്ഷെ ഇടയ്ക്ക് എന്നോ പറയുവാണല്ലോ. ആമേൻ. ഞങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ്, ദൈവം ചെയ്യും, ദൈവം വണ്ടി തരും, ചർച്ച് തരും, ദൈവം ചെയ്യും. പക്ഷെ ഇടയ്ക്ക് ദൈവം പറയും, ഞാൻ ചെയ്യുന്നില്ല, നീ ചെയ്യും. ആമേൻ. യു ടേക്ക് എ സ്റ്റെപ്പ്, നീ ചെയ്യും. ആമേൻ. പപ്പ അന്ന് തന്നെ പറഞ്ഞു, ഇനി തൊട്ട് ആരും സ്കൂളിൽ പോകത്തില്ല. ഹിസ് നോട്ട് ഗോയിങ് ടു ഗോ ടു സ്കൂൾ. മമ്മി അവിടെ നിന്ന് നോക്കുവാണ്. വീട്ടിലേക്ക് വന്നു. ഞാൻ 8ാം ക്ലാസ്സിൻ്റെ എക്സാം, ഫൈനൽ എക്സാം എഴുതി വീട്ടിൽ വന്നു. പപ്പ പറഞ്ഞു, മോനെ, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ എന്നാ ആഗ്രഹം, വാട്ട് ഡു യു വാണ്ട് ടു ഡു? അമ്മ, ഞാൻ ഫോഴ്സ് ആക്കുന്നില്ല, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ മിനിസ്ട്രി ചെയ്യാം, ഇല്ലെങ്കിൽ നീ സ്കൂളിൽ പൊക്കോ. അമ്മേൻ. 8ാം ക്ലാസ് പഠിക്കുന്ന ഞാൻ എന്നാ ആലോചിക്കട്ടെ, വാട്ട് ക്യാൻ ഐ തിങ്ക്? അമ്മേൻ. എനിക്കൊന്നും ഞാൻ പറയും, പപ്പ എനിക്കൊന്നും അറിയത്തില്ല. പപ്പ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, ദൈവം സംസാരിക്കും. ആമേൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച ദൈവം സംസാരിക്കും, കേട്ടോ. ആമേൻ. ഇഫ് യു ആർ പ്രേയിങ്, ദൈവം സംസാരിക്കാൻ വിശ്വസ്തനാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ ചിലവരുണ്ടോ ഇതിൻ്റെ അകത്ത്? ആമേൻ. ഈ മെസ്സേജ് തീരുന്ന മുമ്പ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വിശ്വസ്തൻ. ദൈവം എന്നോട് സംസാരിച്ചോ, അതേ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വിശ്വസ്തൻ. ഏത് അവസ്ഥയാണെന്ന് എനിക്കറിയത്തില്ല, ഉണങ്ങിപ്പോയിട്ടുണ്ടോ, അതൊരു കുഴപ്പമില്ല. ഇനി ജീവൻ തരുന്ന ദൈവം ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ജീവനെ പകരുന്ന ഒരു ദൈവം. ആമേൻ. ആമേൻ. 2018 ആമേൻ. അന്ന് രാത്രി ഒരു കോട്ടേജ് പ്രേയറിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അറിയത്തില്ല എന്നാ ചെയ്യണം. ദൈവമേ, എന്നാ ചെയ്യട്ടെ? ദൈവമേ, വാട്ട് വിൽ ഐ ഡു? ആമേൻ. അന്ന് രാത്രി ഒരു ശബ്ദം കേട്ടു. ആമേൻ. ആരൻ, ക്ലിയർ ആയിട്ട് ഒരു ശബ്ദം കേട്ടു. ആരൻ, നോളേജ് തന്നത്. ഐ എം ദ വൺ ഹു ഗേവ് യു ദ നോളേജ്. ഞാനാണ് നിനക്ക് ആരോഗ്യം തന്നത്. ഐ എം ദ വൺ ഹു ഗേവ് യു ദ വിസ്ഡം, ദ ഹെൽത്ത്, ദ വെൽത്ത്, എല്ലാം തന്നത് ഞാനാണ്. എനിക്ക് നിന്റെ മേളിലുള്ള ആഗ്രഹം നീ 30 വയസ്സ് കഴിഞ്ഞിട്ട് മിനിസ്റ്റർ ചെയ്യാനല്ല. ഐ നീഡ് യുവർ ബെസ്റ്റ് ഏജ്. ആമേൻ. നിന്റെ യവനം എനിക്ക് വേണം. ആമേൻ. നിനക്ക് ആമേൻ. എനിക്ക് വേണ്ടി നീ നിൽക്കാൻ തയ്യാറല്ലേ? ആമേൻ. എന്തിനാ നീ കൺഫ്യൂഷൻ? നിന്നെ വിളിക്കുന്നത് ഏതോ പണി ചെയ്യാനല്ല, ദൈവത്തിന് വേണ്ടി. ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്കാനാണ്. ആ ശബ്ദം കേട്ടപ്പം ഞാൻ ഓടിപ്പോയി എൻ്റെ ഡാഡിയുടെ അടുത്ത് പറഞ്ഞു, ഡാഡി, ദൈവം സംസാരിച്ചു, ഞാൻ റെഡിയാണ്. ഐ എം റെഡി ടു സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ. ആമേൻ. ഈ വാക്യം പറഞ്ഞു. ആമേൻ. ഈ വാക്യത്തിന് വേണ്ടി, ബൈബിളിന് വേണ്ടി, ആമേൻ, ആമേൻ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാൻ റെഡിയാണ്. ആമേൻ. എനിക്ക് ഇനി ഓർമ്മയുണ്ട്. ആമേൻ. അന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡർ ഓടി വന്ന് ചോദിച്ചു, പാസ്റ്റർ, ആമേൻ, പാസ്റ്ററെ 10ാം ക്ലാസ് എത്തും പഠിക്കട്ടെ. ആമേൻ. ദൈവം ഉപയോഗിക്കും, പക്ഷെ ദൈവം ഇടയ്ക്ക് കൈവിട്ടാലോ? 10ാം ക്ലാസ് എത്തും പഠിക്കട്ടെ. അവൻ എൻ്റെ ഡാഡി പറഞ്ഞൊരു ഒരു വാക്കാണ് എപ്പോഴും എൻ്റെ ചെവിക്കകത്ത് വരും. എൻ്റെ ദൈവം ഒരു മനുഷ്യനല്ല. അവൻ ഇടയ്ക്ക് കൈവിടാൻ, അവൻ കൈപിടിച്ച അവൻ കുറേ പേരുള്ളൂ, അത് ദൈവം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇടയ്ക്ക് കൈവിടാൻ അവൻ ഒരു മനുഷ്യനല്ല, അവൻ ദൈവമാണ്. വാഗ്ദാനം ചെയ്തത് ദൈവമാണോ, നടത്താൻ വിശ്വസ്തൻ.
അവൻ അന്ന് അങ്ങനെ ഓടി വന്ന് ചോദിച്ച ബ്രദറിനോടായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രോഫസി. അവൻ ജീവിതത്തെ ആദ്യത്തെ പ്രവചനം. അവർ കല്യാണം കഴിഞ്ഞ് 7 വർഷമായിരുന്നു, കുഞ്ഞുങ്ങളില്ല. സിസ്റ്റർ സാക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് അതായിരുന്നു ഓർമ്മ വന്നത്. 7 വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല. ഞാൻ പറഞ്ഞു, ബ്രദർ 2023 ജൂലൈ മാസം മുമ്പേ ഒരു പെൺകുഞ്ഞിനെ നിങ്ങൾ പിടിക്കും. 2023 ജൂലൈ മാസമായി, പെൺകുഞ്ഞുമായി പേരും ഞാൻ തന്നെ വെച്ചത്. ഐ കെപ്റ്റ് ദ നെയിം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? വിശ്വസ്തനാണ് എൻ്റെ ദൈവം. വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. 18ാമത്തെ വയസ്സിൽ നീ ദേശം വിട്ട് ദേശത്തിൽ പോവും. ദേശത്തിൽ പോയി ദൈവത്തിനെ കുറിച്ച് സംസാരിക്കും. കുറേ പേര് പറഞ്ഞു, 8ാം ക്ലാസ് പഠിച്ച് നീ എങ്ങനെ ദേശം വിട്ട് ദേശം പോവും? ഇന്ത്യയിൽ തന്നെ നീ എവിടെയും പോകത്തില്ല. എങ്ങനെ നീ ദേശം വിട്ട് ദേശം പോവും? ഡാഡി പറഞ്ഞൊരു വാഗ്ദാനം ദൈവമാണോ ചെയ്തത്? ദൈവം നടത്താൻ വിശ്വസ്തൻ. 18. ഐ ബിക്കേം 18. ഒക്ടോബർ 24 ഞാൻ 18ആയി. നവംബർ 14 ഞാൻ സലാലയിൽ ദൈവത്തിൻ്റെ വാക്യം. ഐ വാസ് ഇൻ ഒമാൻ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാക്യം സംസാരിക്കുമായിരുന്നു. ഐ വാസ് ഇൻ മസ്കറ്റ്. പോയത് 15 ദിവസത്തിനാണ്. എല്ലാവരും പറഞ്ഞു, പോവും, നീ മീറ്റിംഗ് ഒന്നും കിട്ടത്തില്ല. 15 ദിവസത്തിന് പോയി. 15 ദിവസം 30 ദിവസമായി. 30 ദിവസം 1.5 മാസമായി. 1.5 മാസം 2 മാസമായി. സതീഷ് ബ്രദറിന് അറിയാൻ ഞാൻ തിരിച്ചു വന്നപ്പം കുറേ മീറ്റിങ്ങുകൾ ക്യാൻസൽ ആക്കിയിട്ടാണ് വന്ന്. ഒരു ദേശത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു, ദേശത്തിൽ പോയി. മാർച്ച് ഏപ്രിൽ ദൈവത്തിൻ്റെ ചിത്തമുണ്ടെങ്കിൽ ഞാൻ ഖത്തറിലേക്ക് പോവാണ്. ഓഗസ്റ്റ് മാസം ദൈവത്തിൻ്റെ ചിത്തമുണ്ടെങ്കിൽ ഞാൻ USA പോവാണ്. ഒരു ദേശത്തിലേക്ക് പോകത്തില്ലെന്ന് പറഞ്ഞു. 3ാമത്തെ ദേശം ഞാൻ കാലിടാൻ പോവാ. എത്ര പേർക്ക് വിശ്വസിക്കാം? വാഗ്ദാനം ചെയ്തത് ദൈവമാണോ? നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എത്ര പേർക്ക് പറയാം, വാഗ്ദാനം ചെയ്തത് ദൈവമാണോ? ഇന്ന് ചില ഉണങ്ങിപ്പോയത്, ചിലതൊക്കെ ജീവൻ വരുന്നു. രാത്രിയായി മാർപ്പെടട്ടെ. ആ വാക്യം ഒന്ന് വായിക്കോ. ആക്ട്സ് ചാപ്റ്റർ 9. ആക്ട്സ് ചാപ്റ്റർ 9 വേഗത്തിൽ. ആക്ട്സ് ചാപ്റ്റർ 9 9ാം അധ്യായം 4ാമത്തെ വാക്യം തൊട്ട്. ആക്ട്സ് ചാപ്റ്റർ 9 4 തൊട്ട്. ശൗലേ മതി. അവിടെ ഞങ്ങൾ നോക്കിയ ഈ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, കൂടുതൽ പറയണ്ട. പക്ഷെ ആ വാക്യം നിങ്ങൾ നോക്കിയ ശൗല് നിലത്തിലേക്ക് വീണു, അന്ധനായി. ശൗൽ എണീറ്റ് വന്നപ്പോൾ ഒരു വലിയൊരു പ്രകാശത്തിനെ കാണുവാണ്. ഇതുവരെ കാണാത്തത്. ഇതായിരിക്കും 2024 നടക്കുന്നത്. ഇതുവരെ കാണാത്തതിനെ കാണും. ഒരു വലിയൊരു പ്രകാശത്തിനെ കാണും. ചർച്ച് ആ അനുഭവത്തോടെ ദൈവം കൊണ്ടുപോകും. ഇതുവരെ കാണാത്തത് നിങ്ങൾ കാണാൻ പോവാണ്. ശൗൽ ചോദിക്കുക, ആരാ നീ? യേശുവിനോട് ചോദിക്കുക, ആരാ നീ? ഹു ആർ യു? ഐ ഡോണ്ട് നോ യു. എനിക്ക് നിന്നെ അറിയത്തില്ല. ശൗൽ പറയും, നീ യേശു ശൗലിനോട് കൊടുത്തൊരു മറുപടിയാണ്, നീ ഉപദ്രവിച്ച യേശുവാണ് ഞാൻ. നീ ഉപദ്രവിച്ച യേശുവാണ് ഞാൻ. എൻ്റെ അകത്ത് വന്ന ഒരു ചോദ്യം, എപ്പോഴെങ്കിലും ശൗൽ യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? നോർമൽ ക്വസ്റ്റ്യൻ. എപ്പോഴെങ്കിലും ശൗൽ യേശുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ശൗലുള്ള സമയം യേശു ഇല്ലായിരുന്നു. യേശുള്ള സമയം ശൗലിനെ കുറിച്ച് എവിടെയും എഴുതിയിട്ടില്ല. യേശുവിന് ചോദ്യം ഒരു പ്രശ്നം. ഒരു ചോദ്യമാണ്, എനിനാ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ ചോദിച്ചു, ദൈവം എനിനാ നീ അങ്ങനത്തെ ഒരു പ്രശ്നം ചോദിച്ചു? ശൗൽ യേശുവിനെ ഉപദ്രവിച്ചില്ല, ശൗൽ യേശുവിനെ അടിച്ചില്ല, ശൗൽ യേശുവിനെ കണ്ടില്ല. ശൗൽ ഇപ്പം കാണുമ്പോൾ ചോദിക്കും, ആരാ നീ? അറിയത്ത് പോലുമില്ല ആരാണെന്ന്. യേശു പറഞ്ഞൊരു മറുപടിയാണ്, എനിനാ നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവം ദൈവത്തിനെ ആരാധിക്കുന്ന ജനങ്ങളെ ഉപദ്രവിച്ച ദൈവത്തിനെ ഉപദ്രവിച്ച പോലെയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാം? അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത്, യുദ്ധം നിന്റെയല്ല, യുദ്ധം യഹോവയുടെയാണ്, യുദ്ധം എൻ്റെയാണ്. എൻ്റെ ദൈവം ചുമ്മാ വിടുന്ന ദൈവമല്ല. എത്ര പേർക്ക് വിശ്വസിക്കാം? ഈ 2024 എൻ്റെ വിരോധമായി യുദ്ധം ചെയ്ത പ്രശ്നങ്ങളെല്ലാം മറുപടി ചോദിക്കുന്നത് ഞാനല്ല, എൻ്റെ ദൈവമായിരിക്കും. എനിക്ക് വേണ്ടി മറുപടി ചോദിക്കുന്നത് എൻ്റെ ദൈവമായിരിക്കും. ഈ 2024 യുദ്ധം നിങ്ങളുടെ അല്ല, യുദ്ധം യഹോവയുടെയാണ്. യുദ്ധം യഹോവയുടെയാണ്.
അവൻ എത്ര പേർക്ക് വിശ്വസിക്കാം യുദ്ധം എൻ്റെ അല്ല? അവൻ ഈ 2024 അവൻ യുദ്ധം എൻ്റെ അല്ല, അവൻ യുദ്ധം എൻ്റെ അല്ല, അവൻ എൻ്റെ വിരോധമായി നിൽക്കുന്ന കടഭാരം എൻ്റെ അല്ല, എൻ്റെ വിരോധമായി നിൽക്കുന്ന ആരോഗ്യത്തിൻ്റെ പ്രശ്നം എൻ്റെ അല്ല, അവൻ യുദ്ധം എൻ്റെ അല്ല, യുദ്ധം എൻ്റെ അല്ല. അവൻ എനിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്? ആമേൻ. ദൈവം അവിടെ ഇറങ്ങി വന്ന് ചോദിച്ചൊരു പ്രശ്നമാണ്, ശൗലേ, നീ ചിലപ്പം ഉപദ്രവിക്കുന്ന ജനങ്ങള് they may be weak. ആമേൻ. അവർക്ക് മറുപടി ചോദിക്കാൻ ശക്തി ഇല്ലായിരിക്കും, അവർ ചിലപ്പം വീക്ക് ആയിരിക്കും, പക്ഷെ അവർ ആരാധിക്കുന്ന ദൈവം ഞാനാണ്. അവർ ആരാധിക്കുന്ന ദൈവം ഞാനാണ്. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. 2023 വരെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ 2024 നിങ്ങളല്ല മറുപടി ചോദിക്കാൻ പോകുന്നത്. ഇതൊന്ന് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിക്കോ. നിങ്ങളെല്ലാം മറുപടി ചോദിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം വരെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങള് യേശു വന്ന് ചോദിക്കുക. ദൈവം പറയുവാണ് യുദ്ധം അവരുടെയല്ല, യുദ്ധം എന്റെയാണ്. ഞാൻ അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാ, ഞാൻ അവർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവാ. അടുത്ത വാക്യം ഒന്ന് വായിക്കാവോ? അടുത്ത വാക്യം, നിർത്തിയ വാക്യം തൊട്ട് അടുത്ത 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം. യെസ്. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നാമതായി അവിടെ ഞങ്ങൾ നോക്കിയ ഷൗലിനെ തടച്ച് യേശു ഇറങ്ങി വന്നു. ഷൗലൻ അവിടെ ദമാസ്കസിൽ എന്തിനാ പോയിക്കൊണ്ടിരുന്നത്? വൈ ഡിഡ് ഷൗൽ ഗോ ടു ദമാസ്കസ്? ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനെ ആരാധിക്കുന്ന ജനങ്ങളെ വിരോധമായി ഷൗൽ ദമാസ്കസിലേക്ക് പോയി. ദൈവത്തിനെ ആരാധിക്കുന്ന ജനങ്ങളെ ഉപദ്രവിക്കാൻ ഷൗൽ ദമാസ്കസിലേക്ക് പോയി. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 2024 തുടങ്ങുവാണ് പുതിയൊരു വർഷം. പക്ഷെ എത്ര പേർക്ക് പറയാം ഷൗലിനെ പോലെ എത്രയോ കഷ്ടങ്ങൾ, ഷൗലിനെ പോലെ എത്രയോ വേദനകൾ, ഷൗലിനെ പോലെ എത്രയോ മരണം എൻ്റെ വിരോധമായി വന്നപ്പം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ കാത്ത ദൈവമേ നന്ദിയപ്പ, നന്ദി 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 നന്ദി. ഷൗലിനെ പോലെ എത്രയോ മരണം എൻ്റെ ജീവിതത്തിൽ വിരോധമായി വന്നപ്പം എന്നെ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവമേ നന്ദിയപ്പ, നന്ദിയപ്പ. ഞാൻ പറഞ്ഞു, മൈസൂരിൽ വന്ന് ഞങ്ങൾ 18 വർഷമായി. 18 വർഷത്തിൽ 8 പ്രാവശ്യം വി ചേഞ്ച്ഡ് അവർ ചർച്ച്. 8 പ്രാവശ്യം ഞങ്ങൾ ചർച്ച് ഹാൾ മാറി. കാശ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടല്ല. 8 പ്രാവശ്യം അത് വന്ന് പീപ്പിൾ വന്ന് അറ്റാക്ക് ചെയ്യും, ഉള്ളതെല്ലാം തകർത്ത് പൊളിക്കും. 8 പ്രാവശ്യം ഞങ്ങൾ ചർച്ച് ഹാൾ മാറി. 4 പ്രാവശ്യം പപ്പ ജയിലിൽ പോയി. 4 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞാനും ഉണ്ടായിരുന്നു പപ്പയുടെ കയ്യിൽ. 1-ാം ക്ലാസ് പഠിക്കുമായിരുന്നു എന്നെ. തോളത്തിൽ ഇട്ടുകൊണ്ടായിരുന്നു. ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വന്നു. 4 പ്രാവശ്യം ജയിലിൽ പോയി. ഒരു പ്രാവശ്യം കത്തിച്ച് കളയാൻ പ്രയത്നിച്ചു. പെട്രോൾ ഇട്ടതാണ്. ഇങ്ങനെ കത്തിക്കാൻ പോകുമായിരുന്നു പോലീസ്. വലിയൊരു ബസ് വന്നു, അതിലേക്ക് ചാടിക്കേറി വന്നു. കുറേ പ്രാവശ്യം മരണം കണ്ടു. കുറേ പേര് വന്ന് ചോദിച്ചു, പാസ്റ്ററെ പേടിയില്ലേ? പേടിയില്ലേ? ഇതൊക്കെ നടന്നിട്ട് മെന്നിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ ഓടിപ്പൊക്കോ? വേണ്ട. ഒത്തിരി പ്രാവശ്യം ജയിലിൽ പോകുമ്പം നല്ലോണമല്ല അവർ സംസാരിക്കുന്നത്. പപ്പ പറയുന്ന ഒരു വിഷയമാണ്. ചിലപ്പം ഞാൻ ഇതൊക്കെ മറന്നു കളയും, പക്ഷേ മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവർക്ക് അറിയത്തില്ല, മറുപടി ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പം ഞാൻ ഇതൊക്കെ മറന്നു കളയും. പക്ഷേ ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാം? ഏ ജയിലിൽ പോലീസ് ഓഫീസർ കളിയാക്കി സംസാരിച്ചോ? ലാസ്റ്റ് ഇയർ ഞങ്ങൾ അതേ സ്ഥലത്തിൽ പോയി. പക്ഷേ ഈ പ്രാവശ്യം കളിയാക്കിയല്ല സംസാരിച്ചത്, പപ്പ എന്നെ റെസ്പെക്റ്റ് കൊടുത്താണ് സംസാരിച്ചത്. എന്നാന്നറിയാവോ? ഞങ്ങളുടെ ചർച്ചിൽ ദ യംഗസ്റ്റ് judge of Karnataka is in our church. The youngest judge of Karnataka is in our church. The best mechanic of whole Mysore is in our church. The railway manager is in our church. The police, DCP is in our church. എല്ലാം ഞങ്ങളുടെ ചർച്ചിലുണ്ട്. ഇപ്പം പപ്പ ഒരു വാക്ക് വിളിച്ചാൽ മതി, എല്ലാം മുമ്പിൽ വന്ന് നിൽക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലത്തിൽ കളിയാക്കി സംസാരിച്ചോ? അതേ സ്ഥലത്തിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. അത് ഹോസ്പിറ്റൽ ആയിരിക്കുമോ, അത് പോലീസ് സ്റ്റേഷൻ ആയിരിക്കുമോ, അത് കോർട്ടായിരിക്കുമോ, എൻ്റെ ദൈവത്തിന് അതൊരു പ്രശ്നമല്ല. എന്നാ പറഞ്ഞാൽ മറുപടി ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളല്ല, എൻ്റെ ദൈവമായിരിക്കും ഇറങ്ങി വന്ന് ചോദിക്കുന്നത്. നിങ്ങൾ മറന്നുപോകും, നിങ്ങൾ മറന്നുപോകും.
നെവർ ഫർഗെറ്റ്. ദൈവം മറക്കത്തില്ല. ആമേൻ. ദൈവം ഇറങ്ങി വന്ന് ചോദിക്കുമ്പം അത് ചിലപ്പോൾ മെല്ലെ ആയിരിക്കത്തില്ല കേട്ടോ. ആമേൻ. മലയാളത്തിലും തമിഴിലും പറയുന്നുണ്ട് ദൈവം തട്ടി, ദൈവം ശൗലിനെ തട്ടി. പക്ഷെ ഇംഗ്ലീഷ് KJV വെർഷൻ വായിച്ചു നോക്കിയാൽ മതി. തട്ടി എന്നല്ല പറയുന്നത്, ഗോഡ് knocked him out എന്നാ പറയുന്നത്. knocked him out എന്ന് പറഞ്ഞാൽ തള്ളി വിട്ടു, ചവിട്ടി വിട്ടു. knocked him out. എൻ്റെ ദൈവം വരുമ്പം, എൻ്റെ ദൈവം സംസാരിക്കുമ്പം അത് ചിലപ്പോൾ നോർമലായിട്ടല്ല, ചിലതൊക്കെ തട്ടിവിടും. ചിലതൊക്കെ തട്ടിവിടും. എത്ര പേർക്ക് വിശ്വസിക്കാം ഈ 2024 നിങ്ങളുടെ വിരോധമായി എല്ലാ പ്രശ്നത്തിനെ ദൈവം തട്ടിവിടുന്ന ഒരു വർഷമായി മാർപ്പെടട്ടെ. ദൈവം തട്ടിവിടുന്ന ഒരു വർഷമായി മാർപ്പെടട്ടെ. ഐഗുപ്ത്യ ദേശത്തിന് ഇസ്രായേൽ ജനങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പം കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കി, രാജാവ് അംഗീകരിച്ചില്ല. ആർക്കെങ്കിലും വായിക്കാവോ? Exodus chapter 3 19 and 20. Exodus chapter 3 19 and 20. Exodus chapter 3 19 and 20. Amen. മതി. 19ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രാജാവ് നിങ്ങളെ വിടത്തില്ല. കിങ് വോണ്ട് ലീവ് യു. രാജാവ് വിടത്തില്ല. 19ാമത്തെ വാക്യത്തിൽ രാജാവിൻ്റെ ഭുജബലമാണ് കാണുന്നത്. രാജാവിൻ്റെ ഭുജത്തിൻ്റെ ബലം. പക്ഷേ 20ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, എനിക്കറിയാം രാജാവ് വിടത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ കൈ നീട്ടി. ഞാൻ എൻ്റെ കൈ നീട്ടി. എത്ര പേർക്ക് വിശ്വസിക്കാം? ശത്രു പറഞ്ഞു വിടത്തില്ല, ശത്രു പറഞ്ഞു നന്നാകത്തില്ല. ആ ശത്രുവിൻ്റെ മുമ്പ് യഹോവയുടെ കൈ നീട്ടി. അവന്റെ കൈ നീട്ടി അവന്റെ ഭുജബലം കാണുന്ന ഒരു വർഷമായി തീരട്ടെ. അവിടെ ഞങ്ങൾ നോക്കിയ യഹോവയുടെ ഭുജബലം ഉപയോഗിച്ചു. ശൗല് ദൈവത്തിനെ ആരാധിക്കുന്ന ജനങ്ങളെ വിരോധമായി അവരെ ഉപദ്രവിക്കാൻ വന്നപ്പം യേശു ഇറങ്ങി വന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന വർഷമായി മാർപ്പെടട്ടെ. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന വർഷമായി മാർപ്പെടട്ടെ. ഞാൻ എൻ്റെ വചനം ഐ വുഡ് ലൈക്ക് ടു എൻഡ് മൈ വേഴ്സ്. ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൻ്റെ മുമ്പിൽ ഒരു 5 നിമിഷം 5 minutes ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. ലെറ്റ്സ് ഓൾ ക്ലോസ് അവർ ഐസ്. ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. ഞാൻ തീർക്കുന്നില്ല, പക്ഷെ ഒരു 5 നിമിഷം ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. എത്ര പേർക്ക് പറയാം, ദൈവമേ ഇത്രത്തോളം എന്നെ നടത്തിയനായി നന്ദിയപ്പ. ഞാൻ നിന്നതല്ല ദൈവമേ, നീ നടത്തിയതാണ്. ദൈവമേ ഞാൻ നിന്നതല്ല, നീ നടത്തിയതാണ്. പറയാൻ പറ്റുമോ? നിങ്ങളുടെ വാ തുറന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ശൗലിനെ പോലെ എത്രയോ കഷ്ടങ്ങൾ, എത്രയോ മരണം. ഇപ്പം മരണം എൻ്റെ വിരോധമായി വന്നപ്പം, ഇപ്പം കടഭാരം എൻ്റെ വിരോധമായി വന്നപ്പം, ഇപ്പം ശൗലിനെ പോലെ എത്രയോ ജനങ്ങൾ നീ ജീവിക്കത്തില്ല, നടക്കത്തില്ല, മുമ്പിലോട്ട് പോത്തില്ല. ദൈവമേ എത്രയോ കഷ്ടങ്ങൾ എൻ്റെ വിരോധമായി വന്നപ്പം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവമേ നന്ദിയപ്പ, നന്ദിയപ്പ. ഒരു 5 നിമിഷം എല്ലാവരും നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് തുടങ്ങാവോ? ദൈവത്തിനെ സ്തുതിച്ച് തുടങ്ങാവോ? വേറെ ഒന്നും പറയണ്ട. ദൈവമേ നന്ദിയപ്പ, നന്ദി 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 നന്ദി. ദൈവമേ ഇത്രത്തോളം നടത്തിയ ദൈവമേ നന്ദി, എന്നെ കാത്ത ദൈവമേ നന്ദി. ദൈവമേ ഈ വർഷം 2024 ഞങ്ങൾ തുടങ്ങുന്നത് നിന്നെ സ്തുതിച്ചോണ്ടാണ്, നിന്നെ സ്തുതിച്ചോണ്ടാണ്. വേറെ ഒന്നും വേണ്ട, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അപ്പ. നീ ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി. ദൈവമേ നീ അനുഗ്രഹിച്ചേനെ, കാത്തേനായി നന്ദിയപ്പ. ദൈവമേ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പറയാനില്ല. നന്ദിയപ്പ, 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 നന്ദിയപ്പ. യെസ് ജീസസ്, നന്ദിയപ്പ. എത്ര പേർക്ക് സാംസ് 103 അറിയാം? സാംസ് 103 എപ്പോഴും വായിക്കുന്ന ഒരു വാക്യം. അറിയാം നന്ദമനവേ? അതറിയത്തില്ല. ആർക്കെങ്കിലും വായിക്കാവോ സാംസ് 103? യെസ് യെസ്. എത്ര നല്ല വാക്യമല്ലേ? ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു വാക്യം. ആ വാക്യം പറയുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു സന്തോഷം. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഈ വാക്യം എഴുതുമ്പം ദാവീദ് സാഹചര്യത്തിലായിരുന്നു?
അവൻ ദാവീദ് കൊട്ടാരത്തിൻ്റെ അകത്ത് ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അവൻ ഉറങ്ങുമ്പം ദർശനത്തിൽ കിട്ടിയ ഒരു വാക്യമല്ല, അല്ലെങ്കിൽ ആരാധിക്കുമ്പം കിട്ടിയ ഒരു വാക്യമല്ല. അവൻ ദാവീദ് ഇത് എഴുതുമ്പം അവൻ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുവാണ്. അവൻ ഈസ് ഹൈഡിങ്. അവൻ ഒളിച്ചിരിക്കുവാണ്. എലീന ബ്രദർ ഒളിച്ചിരിക്കുന്നത് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരിടത്ത് അവൻ സൗൽ രാജാവ് കൊല്ലാൻ വരുക, ഇന്നൊരിടത്ത് അവൻ്റെ മകൻ കൊല്ലാൻ വരുക. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ്റെ കൂടെയുള്ള ജനങ്ങളെല്ലാം അവൻ്റെ വിരോധമായി കല്ലെടുത്ത് എറിയാൻ റെഡിയാണ്. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അവൻ വാഗ്ദാനം കൊണ്ട് രാജാവാകുമെന്ന് 17 വർഷമായി വാഗ്ദാനം കിട്ടി ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുവാണ്. അവൻ ഒരു പകൽ എണീറ്റപ്പോൾ അവൻ്റെ മനസ്സ് പറയാ, എവിടെടാ ദാവീദേ, എവിടെ നിന്റെ വാഗ്ദാനം, എവിടെ നിന്റെ ദൈവം, വാഗ്ദാനം ചെയ്ത ദൈവം എവിടെ? അവൻ ദാവീദ് വേറെ ആരിനോടുമല്ല പറഞ്ഞ് അവൻ്റെ മനസ്സിനെ പിടിച്ചോണ്ട് പറഞ്ഞതാ, എൻ്റെ മനമേ യഹോവയെ ആരാധിക്കുക, എന്റെ ദൈവത്തിനെ നീ ആരാധിക്കുക, എൻ്റെ മനമേ ദൈവത്തിനെ ആരാധിക്കുക. അവൻ ഇപ്പം എനിക്കറിയാം സാഹചര്യം എൻ്റെ വിരോധമാണ്, പക്ഷെ സിംഹം എൻ്റെ മുമ്പിൽ വന്നപ്പം, ഗോലിയാത്ത് എൻ്റെ മുമ്പിൽ വന്നപ്പം, അവൻ 10,000 സോൾജേഴ്സ് അവൻ എൻ്റെ മുമ്പിൽ വന്നപ്പം എന്നെ കാത്തത് നീയല്ല, എന്നെ കാത്തത് എൻ്റെ ദൈവമാണ്. അവൻ എന്നെ നടത്തിയത് എൻ്റെ ദൈവമാണ്. അവനൊന്ന് പറയാൻ പറ്റുമോ? എൻ മനമേ നനമനവേ യഹോവ എന്നെ കൊണ്ടാടൂ, നനമനവേ അവൻ ദൈവമേ. ഓ മൈ സോൾ ബ്ലെസ് ദ ലോർഡ്. അവൻ ബ്ലെസ് ദ ലോർഡ്, ബ്ലെസ് ദ ലോർഡ്. അവനൊന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ? അവൻ നന്ദി പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ? അവൻ ജെനിസസിൽ ലേഹാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം ലേഹാനെ കുറിച്ച്? ലേഹാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ലേഹായിക്ക് കുഞ്ഞുങ്ങൾ, 3 പ്രാവശ്യം കുഞ്ഞുങ്ങളായി. ലേഹയുടെ ഒരു പ്രശ്നമായിരുന്നു യാക്കോബിനെ സ്നേഹിക്കുന്നില്ല. 3 പ്രാവശ്യം കുഞ്ഞുങ്ങളായി. ലേഹ പറഞ്ഞൊരു വാക്യമാണ്, ലേഹ പറഞ്ഞൊരു ഒരു ലൈനാണ്, ഈ കുഞ്ഞു മുഖാന്തരം എൻ്റെ കണ്ണുനീരിനെ ദൈവം മാറ്റും, യാക്കോബിനെ സ്നേഹിക്കും. 2ാമത്തെ കുഞ്ഞായി കണ്ണുനീരെന്നെ മാറ്റും, യാക്കോബിനെ സ്നേഹിക്കും. 3ാമത്തെ കുഞ്ഞായി കണ്ണുനീരെന്നെ മാറ്റും, ദൈവം എന്നെ സ്നേഹിക്കും. 3 കുഞ്ഞായി കണ്ണീർ മാറുന്നുമില്ല, യാക്കോബ് സ്നേഹിക്കുന്നില്ല. പക്ഷേ 4ാമത്തെ കുഞ്ഞായപ്പം ലേഹ പറഞ്ഞൊരു വാക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? ദൈവം അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലേലും, യാക്കോബിനെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും, ഞാൻ യഹോവയെ സ്തുതിക്കാൻ പോവാണ്. ഞാൻ യഹോവയെ സ്തുതിക്കാൻ പോവാണ്. അറിയാവോ 4ാമത്തെ കുഞ്ഞാണ് ആരാണ്? യൂദ. യൂദ കുലം. ഞങ്ങൾ പറയുമല്ലോ യൂദ വലിയ കുലം, യൂദ വലിയ പേര്. യൂദയുടെ അനുഗ്രഹത്തിന്റെ പിന്നിൽ ലേഹയുടെ സ്തുതിയാണ്, സ്തുതി. ഇന്നൊരു സ്തുതിക്കുന്ന അമ്മ ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തൻ. പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന സഭ ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തൻ. ഈ 2024 എത്ര പേർക്കൊന്ന് സ്തുതിച്ച് തുടങ്ങാം? അവനൊന്ന് സ്തുതിച്ച് തുടങ്ങാവോ? ദൈവമേ നീ ചെയ്ത എല്ലാ ഉപകാരത്തിനായി നന്ദി. ദൈവമേ പറയാനൊന്നുമില്ല. ദൈവമേ നിന്നെ സ്തുതിക്കുന്നു, അന്യഭാഷകളിൽ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ നീ ചെയ്തതിനെല്ലാത്തിനായി നന്ദിയപ്പ. നിന്നെ സ്തുതിക്കുന്നു ദൈവമേ. പറയാനൊന്നുമില്ല. ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ എന്റെ വിരോധമായി എല്ലാം വന്നപ്പം എന്നെ കാത്ത ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. എന്നെ പരിപാലിച്ച ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ എന്നെ നടത്തിയ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. നിന്നതല്ല ദൈവമേ നിർത്തിയതാണ് നിന്നെ സ്തുതിക്കുന്നു ദൈവമേ. യെസ് ജീസസ് നിന്നെ സ്തുതിക്കുന്നു. നിന്നെ സ്തുതിക്കുന്നു. നിന്നെ എത്ര പേർക്ക് വിശ്വസിക്കാം? ശൗലിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വെളിച്ചം വന്നു, പൗലോസായി മാറിത്തീരുന്നു. ഈ 2024 ചില മാറ്റത്തിന്റെ വർഷമായി മാറിത്തീരട്ടെ. ചില ശൗലുകൾ പൗലായി മാറിത്തീരുന്ന വർഷമായി തീരട്ടെ. ഇന്ന് വിശ്വസിക്കാണോ? ദൈവം ചലിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ലെറ്റ്സ് ഓൾ സ്റ്റാൻഡ് അപ്പ്. ഒന്ന് എണീറ്റ് നിൽക്കാവോ? ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയൊരു മാറ്റത്തിന്റെ മാസമായി തീരട്ടെ. ദൈവം സംസാരിക്കുന്ന ഒരു മാസമായി തീരട്ടെ. ഇന്ന് വിശ്വസിക്കാവോ? യുദ്ധം നിങ്ങളുടെ അല്ല, യുദ്ധം യഹോവയുടെയാണ്. യുദ്ധം നിങ്ങളുടെ അല്ല, യുദ്ധം യഹോവയുടെയാണ്. എൻ മനമേ യഹോവയെ സ്തുതിപ്പിൻ. ദൈവമേ ഒന്ന് പറയാൻ പറ്റുമോ? ദൈവമേ ഈ വർഷം നീ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലേലും, നീ തന്നാലും തന്നില്ലേലും, ഞാൻ നിന്നെ സ്തുതിക്കാൻ വിശ്വസ്തനാണ്. ഞാൻ നിന്നെ സ്തുതിക്കാൻ വിശ്വസ്തനാണ്. ദൈവമേ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യുദ്ധം നിങ്ങളുടെ അല്ല. ബേഥേല് സമയം തീരുന്നു. എൽ ബേഥേലാകുന്ന സമയം അടുത്തു.
ബെഥേൽ ഇതുവരെ നീ കണ്ടതല്ല. അവൻ എൽ ബെഥേൽ ഒരു പുതിയൊരു സ്ഥലമാണ്. എൽ ബെഥേലിന്റെ സമയം അടുത്തു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയം അടുത്തു. അവൻ ഒരു 5 നിമിഷം, അവൻ I'm going to finish it. അവൻ ഒരു 5 നിമിഷം എല്ലാവരും അന്യഭാഷകളില്ല, അവൻ ശബ്ദങ്ങൾ ഉയർത്തി. അന്യഭാഷ അറിയത്തില്ലയോ? നന്ദി പറഞ്ഞ് തുടങ്ങിക്കോ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചില ദൂതന്മാരിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ദൂതന്മാരിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എപ്പം സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിച്ചോ, എപ്പം സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, പത്രോസിന്റെ അകത്തുള്ള പത്രോസ് ജയിലിന്റെ അകത്തുണ്ടായിരുന്നു. ദൈവം തകർത്ത് പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന പോലെ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുവോ? ഇന്ന് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം, ഞങ്ങൾ ഇവിടെ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുമ്പം ഞങ്ങൾക്ക് വേണ്ടി ചില ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ റെഡിയാണ്. ചില ദൂതന്മാർ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചില ദൂതന്മാർ അന്യഭാഷകളിൽ ശബ്ദങ്ങൾ ഉയർത്തി ശാന്തല ജീര ജീരോ റോരോ ഷീദോ റോ ജീര രാര കരങ്ങളെ ചട്ടി ചില ദൂതന്മാർ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചില ദൂതന്മാർ കരങ്ങളെ തട്ടി കരങ്ങളെ ചട്ടി കരങ്ങളെ അടിച്ച് ശബ്ദത്തോടെ അന്യഭാഷകളിൽ ഒരു പുതിയൊരു അഭിഷേകം ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കേട്ടതല്ല. യെസ് 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 ശാന്തല ജീര ജീരോ റോ റോ ഷീദോ ജീരോ റോ റോ ജീര ജീരോ റോ ഷീദോ ജീരോ ജീരോ റോ റോ ജീരോ റോ റോ യെസ് 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 ഒരു പുതിയൊരു അഭിഷേകം. ചില ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് യെസ് യെസ് ഇതൊന്ന് സ്വീകരിച്ചാട്ടെ. യെസ് 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 ഇതുവരെ പറഞ്ഞതല്ല, ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കേട്ടതല്ല. അന്യഭാഷകളിൽ നിർത്തണ്ട അന്യഭാഷകളിൽ യെസ് 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 ശബ്ദമുയർത്തി ഒരു പുതിയൊരു അഭിഷേകം. ചില ദൂതന്മാർ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യെസ് ചില ദൂതന്മാർ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. യെസ് 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 ശാന്തല ജീര ജീരോ റോ റോ ജീരോ റോ ഷീരോ ധീരോ ധീരോ റോ റോ ജീരാര ഷീര ധീര ധീര രാര ധീരോ റോ ഷീരോ ധീരോ ധീരോ റോ റോ ധീരോ റോ റോ. ഓ യെസ് 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 yes 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 shida dira diro rolo diro ro shida dira dira rara bethel alla el bethel inde samyam adithai el bethel idu യഹോവയുടെ സഭ ഈ സഭയുടെ മാലികൻ യഹോവയാണ്. yes 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 Amen, 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 amen. Amen. Yes, 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 yes. ഒരു മിനിറ്റ്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും അനാരോഗ്യത്തിലുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നെങ്കിലും ആരോഗ്യത്തിൽ നടുവേദന, തലവേദന, കാലുവേദന അങ്ങനെ ഉള്ളെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെ വേദനയുണ്ട് അവിടെ കൈവച്ചോ. എവിടെ വേദനയുണ്ട്, തലവേദന ഉണ്ടെങ്കിൽ തലയുടെ മേളിൽ കൈവച്ചോ. വയറുവേദന ഉണ്ടെങ്കിൽ വയറിൽ കൈവച്ചോ. എവിടെ വേദനയുണ്ട് അവിടെ കൈവച്ചോ. എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ അകത്തുള്ളത്. അതേ ബലമാണ്. എവിടെ വേദനയുണ്ട് അവിടെ കൈവച്ചോ. ഞാൻ പ്രാർത്ഥിക്കുവാണ്. എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചതേ ഉള്ളൂ, ഉണങ്ങിപ്പോയത് ജീവൻ വരട്ടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ. ഐ കമാൻഡ് കൈവച്ചിരിക്കുന്ന സ്ഥലത്തിൽ യേശുവിന്റെ നാമത്തിൽ ചർച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ചർച്ച് രോഗമില്ലാത്തവർ, ആരോഗ്യമുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവമേ എവിടെ രോഗമുണ്ട്, എവിടെ വേദനയുണ്ടെന്ന് കൈവച്ചിട്ടുണ്ടോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് എവറി സിക്നെസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് their body. I command and healing into their body in the name of Jesus. In the name of Jesus I command healing of Father. ഉണങ്ങിപ്പോയ എല്ലുകളിൽ ജീവൻ വരട്ടെ, അവരുടെ എല്ലുകളിൽ ജീവൻ വരട്ടെ. എല്ലിന്റെ മേളിലുള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ I command every sickness to get out, every headache, every stomach ache, every neck pain, leg pain, shoulder pain, in the name of Jesus I command, let it get out of Father. Let it get out of Father.
നീ അനുഗ്രഹിച്ചതിനെ നന്ദി, നീ വിടുതൽ തന്നേനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. ആമേൻ, 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 ആമേൻ. വേദന ഉണ്ടായിരുന്നെങ്കിൽ യെസ്, 1 മിനിറ്റ്. എവിടെ വേദന ഉണ്ടായിരുന്നോ ജസ്റ്റ് ടെസ്റ്റ് ആൻഡ് സി. അവൻ ടെസ്റ്റ് ആൻഡ് സി. നടുവേദന ഉണ്ടായിരുന്നോ നോക്ക്. അവൻ വേദന ഉണ്ടോ? അവൻ കഴുത്ത് വേദന ഉണ്ടായിരുന്നോ? ചെയ്ത് നോക്ക്. വാട്ട് യു കുഡ് നോട്ട് ഡു, ഇതുവരെ ചെയ്യാൻ പറ്റാത്തത് ചെയ്ത് നോക്ക്. അവൻ ഏത് ചെയ്യാൻ ഒരു കഷ്ടമുണ്ടായിരുന്നത് ചെയ്ത് നോക്ക്. അവൻ ബിലീവ്, അവൻ ചെയ്ത് നോക്കാൻ തുടങ്ങിക്കോ. ദൈവം ഓൾറെഡി ചില വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അവൻ ചെയ്ത് നോക്കിക്കോ. അവൻ ഇഫ് യു ആർ ഫ്രീ, ഇഫ് യു ആർ ഫീലിംഗ്, അവൻ അകത്തൊരു അവൻ പാസ്റ്റർ എനിക്കൊരു ഫ്രീ, ഐ ക്യാൻ ഫീൽ സം ഫ്രീനെസ്. അവൻ എനിക്കൊരു ഇവിടെ വേദന ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം തോന്നുന്നില്ല. ഐ ക്യാൻ നോട്ട് ഫീൽ ദറ്റ് പെയിൻ. ഐ എം ഫീലിംഗ് ഫ്രീ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പാസ്റ്റർ ദൈവം ഓൾറെഡി 2024 വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഐ ബിലീവ് നെക്സ്റ്റ് സൺഡേ അനേക സാക്ഷികൾ ദൈവം നിങ്ങൾ പറയും. യു ആർ ഗോയിങ് ടു ടെൽ ടെസ്റ്റിമണീസ്. ബെഥേൽ അല്ല, എൽ ബെഥേലിന്റെ സമയം അടുത്തായി. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയം അടുത്തായി. ഞാൻ വിശ്വസിക്കുന്നു. വന്ന പോലെ അല്ല പോകുന്നത്. എവിടെ വേദന ഉണ്ടായിരുന്നു, ഇനി വേദനയില്ല. അതിനെ എടുത്തു മാറ്റി ദൈവം. വേദന ഇല്ലെന്ന് പൊക്കോ, വിശ്വസിച്ചോ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് വലിയ വൻകാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. താങ്ക് യു. നിങ്ങൾ എല്ലാവർക്കും ഞാൻ വന്ദനം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് പാസ്റ്റർ ഫോർ ഗിവിംഗ് മി എ ടൈം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. நாம் எல்லாரும் தேவ சமூகத்திலே கர்த்தருடைய முகத்தை நோக்கி பார்ப்போம். அன்பு மகனை கொண்டு கர்த்தர் பேசினார். உண்மையிலே கர்த்தருடைய பிரசன்னத்தை இந்த இடத்துல கர்த்தர் ஊற்றி கொண்டே இருக்கிறார். ஆரம்பத்திலிருந்தே ஆண்டுடைய மகிமை இடத்துல ஊற்றப்பட்டு கொண்டே இருக்கிறது. தேவ பிள்ளைகளே, அழைத்த தேவன் உண்மை உள்ளவர். அவர் அப்படியே செய்து கொண்டிருக்கிறார். ஹல்லேலூயா. பெத்தேலாய் இருந்த உங்களை இன்னும் அதிகமான கிருபையோடு வளர்ந்து பெருக, இன்னும் மகிமைக்குள்ளே கொண்டு போக ஆவியானவர் விரும்பி கொண்டிருக்கிறார். உலர்ந்து போன உங்க வாழ்க்கையில மாற்றங்கள் கடந்து வந்து கொண்டே இருக்கிறது. தேவனுடைய மகனை கொண்டு கர்த்தர் பேசின எல்லா உயிருள்ள வார்த்தைகளுக்காக ஓ க்ளோரி. இயேசுவின் நாமத்தில் எல்லாரும் கர்த்தரை ஸ்தோத்திரம் பண்ணுவோம்மா. ஸ்தோத்திரம், ஸ்தோத்திரம், ஸ்தோத்திரம். ஹல்லேலூயா, ஹல்லேலூயா. இயேசுவின் நாமத்தில் ஆண்டவரே, உலர்ந்து போன எலும்புகளுக்குள்ளே உங்க வல்லமை இறங்கின பொழுது உயிர் அடைந்தது போல இந்த இடத்தில் ஆண்டவரே உலர்ந்து போய் இருக்கிற அனுபவங்கள் இயேசுவின் நாமத்தில் மாறி போவதாக. இப்பொழுது உம்முடைய மகனை கொண்டு பேசின ஒவ்வொரு வாக்குகள் ஒவ்வொருடைய வாழ்க்கையிலே நிறைவேறுவதாக. ஒவ்வொருடைய வாழ்க்கையிலையும் ஆண்டவரே சபுலின் அனுபவங்கள் மாறி ஆண்டவரே ஒரு பவுலான அனுபவங்களோடு கூட மாற, அநேகருக்கு ஆசீர்வாதமாய் மாற. ஆண்டவரே, சவுல் தேவனை துன்பப்படுத்துகிறவனாய் இருந்தான். ஆனால் அதே சவுல் பவுலாக மாற்றப்பட்ட பொழுது இயேசுவுக்காக ஜீவனையும் கொடுக்க ஆயத்தமாகி விட்டதாக வேதம் சொல்லுகிறது. ஆண்டவரே, இன்றைக்கு ஆமாண்டவர் எந்த சூழ்நிலையிலேயோ உம்மை துதிக்கிற ஒரு அபிஷேகம், துதிக்கிற அபிஷேகம், ஆராதிக்கிற அபிஷேகம் தேவ ஜனங்கள் மீது ஊற்றப்படுவதாக. ஆண்டவரே, கர்த்தரை துதித்த தாவீது நெருக்கப்படும் பொழுதும் உபத்திரவப்படும் பொழுதும் எல்லா வேளையிலும் கர்த்தரை எக்காலத்திலும் ஸ்தோத்தரிப்பேன், அவர் துதி எப்போதும் என் வாயில் இருக்கும் என்று சொன்னபடி எப்பொழுதுமே ஆராதிக்கிற ஒரு அபிஷேகத்தை கொடுத்தது போல ஆண்டவரே, உங்க பிள்ளைகளை அபிஷேகிக்கிறதற்காக எல்லாரும் தேவனை ஸ்தோத்தரிப்போமா. நன்றி உள்ள இருதயத்தோடு கூட கரங்களை தட்டி ஆண்டவருக்கு நன்றி சொல்லுவோம். உம்முடைய பிள்ளைகளை தொடுவீராக. பலகீன கட்டுகளை மாற்றி இருக்கிறீங்க ஆண்டவரே. அநேகருடைய வாழ்க்கையிலே ஆண்டவரே உலர்ந்து போன எலும்புக்கு தீர்க்க தரிசனம் உரைத்தது போல உன் பிள்ளைகளுடைய வாழ்க்கைக்காக ஆண்டவரே தீர்க்க தரிசனமாய் உரைக்கப்பட்ட வாக்குகள் அவங்க வாழ்க்கையில நிறைவேறுவதாக. ஆண்டவரே, பெத்தேலின் அனுபவங்கள் கடந்து போகட்டும். இன்னும் ஏல் பெத்தேலாக, இன்னும் அதிகமாக உங்க மகிமையை காண்கிறவர்களாக அபிஷேகிங்க, ஆசீர்வதிங்க. கரங்கள் ஒப்பு கொடுக்கிறோம். இருளின் அனுபவங்கள் எல்லாம் கடந்து போகட்டும். சவுல் ஆண்டவரே கண்கள் குருடாக்கப்பட்ட பொழுது மகிமை இழந்தவராக காணப்பட்டார்.
ஆனா தேவ மகிமை இறங்கி வந்த பொழுது உம்மை காண்கின்றவராக, ஓ கண்கள் திறக்கப்பட்டவராக, பிரகாசமான ஒளியை காண்பிக்கிறவராக, அநேகருக்கு ஆசீர்வாதமாக மாறினது போல சனங்களுக்குள்ளே அப்படிப்பட்ட எழுப்புதல் உண்டாவதாக. இன்றைக்கு தேவ வார்த்தையை கொண்டு வந்த அன்பு மகனையோ அவருடைய தகப்பனார் தாயாரையோ அவங்களுக்கு கொடுக்கப்பட்ட மினிஸ்ட்ரியோ கர்த்தர் ஆசீர்வதிப்பீராக. எல்லாரும் கரங்களை தட்டி ஸ்தோத்திரிப்போமா. நன்றி ஆண்டவரே, நன்றி செலுத்துகிறோம், நன்றி செலுத்துகிறோம் ஆண்டவரே. தகப்பனே, இந்த நாளிலும் கூட இந்த ஆராதனையில் கலந்து கொண்ட குடும்பங்களை ஆசீர்வதிங்க, சிறு பிள்ளைகளை அபிஷேகித்து ஆசீர்வதிங்க. ஆவியானவரே, அநேகரோடு கூட பேசினீங்களப்பா, அநேகரை அபிஷேகித்து கொண்டிருக்கிறீங்கப்பா, அநேகருடைய வாழ்க்கையில மாற்றங்களை கொடுப்பேன் என்று வாக்குரைத்தீங்கள் ஆண்டவரே. ஒவ்வொருடைய வாழ்க்கையிலும் ஒரு மாற்றங்கள் கடந்து வரட்டும். ஹல்லேலூயா, ஹல்லேலூயா. யுத்தம் கர்த்தருடையது, நீங்கள் சும்மா இருப்பீர்கள் என்று சொன்னீங்களே. பார்வோனின் கிரியைகள் கட்டப்படுவதாக, பார்வோனின் ஆவிகள் இயேசுவின் நாமத்தில் முறிக்கப்படுவதாக. ஒவ்வொரு தேவ ஜனத்திற்காக கர்த்தர் யுத்தம் பண்ணுவீராக. சபைக்காக, ஊழியங்களுக்காக, குடும்பங்களுக்காக, இன்றைக்கு கடந்து வந்திருக்கிற ஒவ்வொரு தேவ பிள்ளைகளுக்காக கர்த்தர் யுத்தம் பண்ணுகிறதற்காக உம்மை மகிமைப்படுத்துகிறோம். கரங்களை தட்டி தேவனுக்கு நன்றி சொல்லுவோமா. நன்றி செலுத்துகிறோம் ஆண்டவரே, நன்றி செலுத்துகிறோம் ஆண்டவரே, நன்றி செலுத்துகிறோம் ஆண்டவரே. ஹல்லேலூயா, ஹல்லேலூயா. எந்த மனுஷனையும் பிரகாசிப்பிக்கிற மெய்யான ஒளி தேவச்சனமே. ஒரு அருமையான தேவ பிள்ளைகளே, ஆண்டவர் அழைக்கும் பொழுது வயதெல்லாம் பார்க்கறதில்ல. எரேமியாவை அழைத்த பொழுது எரேமியா என்ன சொன்னார் தெரியுமா? நான் சிறு பிள்ளை ஆண்டவரே, நான் சிறு பிள்ளை ஆண்டவரே, எனக்கு ஒன்றும் தெரியாது. ஆனால் சிறு பிள்ளை தான். ஆண்டவர் சொன்ன, நீ சிறு பிள்ளை என்று சொல்லாதே, நான் உன்னோடு கூட இருக்கிறேன், உன்னை கொண்டு பெரிய காரியத்தை செய்வேன். அநேக வாலிப பிள்ளைகள் நினைக்கிறாங்க, எனக்கு என்ன வயசாகலை, நான் சின்ன பையன் தானே, சின்ன பிள்ளை தானே. அருமையான வாலிப மகளே, உன்னை கர்த்தருக்கு ஒப்பு கொடுத்துருங்க. உங்களை தான் தேவன் அபிஷேகித்து அநேகருக்கு ஆசீர்வாதமாய் மாற்ற போகிறார். கரங்களை தட்டி தேவனுக்கு நன்றி சொல்லுவோமா. எல்லா தேவ பிள்ளைகளும், சின்ன பிள்ளைகள் மீது கர்த்தருடைய கரத்தை கர்த்தர் வைக்கிற தேவன், வாலிப பிள்ளைகளை விசேஷமா ஒரு கருவியாய் பயன்படுத்துகிற ஆண்டவர். இனி காலம் செல்லாது, கடைசி காலம். ஆதலால் தேவனுடைய வாக்குகள் நிறைவேறி கொண்டே வருகிறது. எங்க பார்த்தாலும் பயங்கரங்கள். ஆதலால் நம்முடைய பிள்ளைகள், குடும்பங்கள் எல்லாரும் இது இருக்கிற கொஞ்ச காலம் இயேசுவுக்கு சாட்சியாய் வாழ ஆண்டவர் எல்லாரையும் கூட ஒரு விசை கூட ஒப்பு கொடுத்து கர்த்தரை ஸ்தோத்திரம் பண்ணுவோம்பா. ஸ்தோத்திரம், ஸ்தோத்திரம், ஸ்தோத்திரம் ஆண்டவரே. இந்த நாள்ல கடந்து வந்திருக்கிற ஒவ்வொரு தேவ பிள்ளைகளையும் அவருடைய குடும்பங்களையும் கட்டி எழுப்போம். பார்வோனின் கிரியைகள் அழிக்கப்படுவதாக. நீங்க சும்மா இருப்பீர்கள், கர்த்தர் உங்களுக்காக யுத்தம் பண்ணுவார். நிச்சயமா முடிவுண்டு, நம்பிக்கை வீண் போகாது. இன்றைக்கும் தேவ பிள்ளையை கொண்டு வந்து கர்த்தருடைய நாமத்தை கர்த்தர் மகிமைப்படுத்தி கொண்டதற்காக நம்ம எல்லாரும் கரங்களை தட்டி ஸ்தோத்திரம் பண்ணுவோமா. நன்றியோடு ஸ்தோத்தரிப்போம், நன்றியோடு ஸ்தோத்தரிப்போம். நன்றி செலுத்துகிறோம் ஆண்டவரே. எல்லாவற்றையும் உடைய கரங்களில் ஒப்பு கொடுக்கிறேன் ஆண்டவரே. நிச்சபங்களை கேட்டதற்காக ஸ்தோத்திரம், ஆராதனைகளை ஆசீர்வதித்ததற்காக நன்றி செலுத்துகிறோம். தொடர்ந்து கர்த்தாவே எல்லாவற்றையும் ஒப்பு கொடுக்கிறேன். ஆவியானவர் பொறுப்படுத்தி கொண்டதற்காக நன்றி செலுத்துகிறோம். எல்லா துதிகன மகிமை செலுத்துகிறோம். மீட்பர் இயேசு கிறிஸ்துவின் விலையேற பெற்ற நாமத்தில் ஜெபித்து ஒப்பு கொடுக்கிறேன் நல்ல பிதாவே, ஆமென். என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, என் முழுமே அவருடைய பரிசுத்த நாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, கர்த்தர் செய்த சகல உபகாரங்களையும் மறவாதே. ஆமென். அல்லேலூயா. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவினுடைய கிருபையும் பிதாவாகிய தேவனுடைய அன்பும் பரிசுத்த ஆவியின் அந்யோன்ய ஐக்கியமும் இன்றும் என்றும் சதா காலங்களிலும் நம்மத்திலே வந்து செய்தியை பகிர்ந்து கொண்டு அன்பு மகனோடும் அருமையானுடைய குடும்பத்தோடும் ஊழியங்களோடு இருந்து அதுபோல வந்த ஒவ்வொரு தேவ பிள்ளைகளோடு கூட நிலைத்திருப்பதாக. ஆமேன். அல்லேலூயா சொல்லுவோமா. கர்த்தர் உங்களை ஆசீர்வதிப்பார்.